സൺ സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ആൽഫ അക്കാഡമി തിരൂരാണ്. നല്ല ഒന്നാം തരം കുട്ടികളാണ്. കുട്ടികളൊക്കെ അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. സുരേഷ് ഗോപി അഭിനയിച്ച എല്ലാ സിനിമകളൊന്നും എനിക്കിഷ്ടമല്ല. വിരലിലെണ്ണാവുന്ന ചില സിനിമകൾ എനിക്കിഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ലേലം. ലേലത്തിലെ ചാക്കോച്ചി തകർത്ത് അഭിനയിച്ച ഒരു സാധനമാണ്. അപ്പോൾ അതിൽ കിടുക്കം കടിച്ച പൊട്ടാത്ത കുറച്ച് ഡയലോഗുണ്ട്. പിച്ച് കീറുന്നു, കടിച്ച് കീറുന്നു എന്നൊക്കെ പറഞ്ഞ ആ സാധനം. ആ ഡയലോഗാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരെങ്ങനെ അതിനെ പിച്ച് ചീന്തും എന്ന് നമുക്ക് നോക്കാം. ആൽഫ ഏവിയേഷൻ അക്കാഡമി അതാണ്ട് കിട്ടില്ല കുട്ടികളാണ് നിൽക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡും നല്ല ഒന്നാം തരം അതാണ് അവിടെ ചിരിയൊക്കെ ഉയരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും നല്ല ഒന്നാം തരം കുട്ടികളായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുക്കും മേലെ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ആരാണ് വരുന്നത്? വാ ഓടിയോ. എന്താണ് മോളുടെ പേര്? ഷിംന മൈമോൻ. എവിടെയാണെന്ന് അത്? ഇവിടെ ഏതിനപ്പം നിങ്ങൾ പഠിക്കുന്ന? ഏവിയേഷൻ. തുടങ്ങിയാലൊന്ന് പാട്ടല്ലേ പാടുന്ന തുടക്കത്തിൽ? जाने कैसी बातें तूने अखियों के डू मन मेरा पीछा चलाया मेरी रूह दिल की सबरी के जुबा जुल्फों की शाह मन मेरा कुछ दा किया अपना मेरी राह नजरों लगी है हुआ होने लगी है हुआ तूने लगा हूँ मैं हंसी आफरी 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 आफरी. എക്സലന്റ്. റെഡി അല്ലേ? ആക്ഷൻ. തന്റെ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ. കറക്റ്റാ സാധനം, കറക്റ്റ് ആക്ടിങ് വന്നു. സൂപ്പർ. എവാരടാ മിഥുൻ ചേട്ടൻ? ചക്കര കൊടുത്തില്ലല്ല, സെപ്റ്റ് ടാങ്കിൽ ആയാൽ പോലും കൈയിട്ടാൽ പിന്നെ കൈയിട്ടാൽ പിന്നെ നക്കാതെ അടങ്ങും. മുറിച്ച് പറയുമ്പോ അതിൽ മാറ്റം വരും. നക്കാതെ അടങ്ങില്ല എന്ന് എന്റെ ഈ എന്താണ് അറബൊക്കെ പറയാണല്ലോ ഇടയ്ക്കൂടെ. ഹലോ പിതാശ്രീ, ആപ് ബോലിയാ നാ? നഹി നഹി, मैं कोयंबത്തൂർ मैम ഹൂം ഹൈം. ഇതും വെച്ച് ഇനി ഈ കടയാടികൾക്കൊപ്പം കൂടാനാണ് നിന്റെ പരിപാടിയെങ്കിൽ പറിച്ചു കീറും പരസ്യമായി പരസ്യമായും പരസ്യമായിട്ട് കറി വെച്ച് കളയുന്നതാണ്. പരസ്യമായി കടിച്ചു കീറും ചാക്കോച്ചി. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രൊലറ്റേറിയൻ, സ്യൂഡോ ഫിലാന്ത്രോസ്. നാക്കൊക്കെ അവിടെ കുരുങ്ങിയിരുന്നു. രാത്രിയാ. താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. പറഞ്ഞു കൊടുക്കളെ അങ്ങോട്ടാ കാക്ക്. പറഞ്ഞോട്. സ്യൂഡോ ഫിലാന്ത്രോഫിക് ബാംബൂസൽ. ഉറപ്പാണല്ലേ? ഓക്കെ ബാ. ഫിലാന്ത്രോഫിക് ബാംബൂസൽ തന്റെ ഈ കപട കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി പറിച്ചു കീറി കാർക്കിച്ചു തുപ്പും ചാക്കോച്ചി. തന്റെ ഈ മോന്തയ്ക്ക് അല്ലെങ്കിൽ തന്റെ ശവത്തിന്റെ മോന്തയ്ക്ക് ഓർത്താണോ ഓർത്ത് വെച്ചോണോ? ഇത്രയും ഡയലോഗ് മുറിച്ച് പഠിച്ചു വെച്ചു. ഇനി ഇത് ഫ്ലോ ആയിട്ട് ആക്ട് ചെയ്ത് കാണിക്കാൻ പോകും. ഇനിയാണ് നമ്മളെ ശരി സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ നിന്ന് തന്നതാണ്. സുശീല
എല്ലാരും വിളിച്ചു. തന്റെ ഈ പണക്കൊതി ഉണ്ടല്ലോ. അങ്ങനെ ആക്ട് ചെയ്ത് പറയണം. തന്റെ ഈ പണക്കൊതി ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ആക്ട് ചെയ്യണം. തന്റെ ഈ പണക്കൊതി ഉണ്ടല്ലോ. അങ്ങനെയാണോ? പണം എണ്ണുന്ന ആ രീതിയൊക്കെ റെഡി ആക്ഷൻ. തന്റെ ഈ പണക്കൊതി ഉണ്ടല്ലോ, ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിൽ കൈയിട്ടാൽ പോലും കൈയിട്ടാൻ ഒന്നും പഠിക്കാതെ ആദ്യം കയറി വന്നോണം കേട്ടാ. അറിയേണ്ടത് മറന്നു പോവാണ്. എന്നെ കാണുമ്പോഴോ എന്നെ ഞാൻ മാറിയിരിക്കാം. പറഞ്ഞോ. അല്ല പറയണ്ടേ. ഒരു കാര്യം ചെയ്ത് പിടിച്ചാൽ മൈക്ക്, ഞാൻ ഇച്ചിരി ദൂരോട്ട് മാറിയിരിക്കാം. പറ. എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം. ആ പ്രദേശത്ത് ആറിൽ എന്നോട്ടേക്ക് പോയി സംസാരിക്കച്ചല്ലേ. ഹലോ ഫ്രണ്ട്സ്. ലിംഗം, എനിക്ക് ലിംഗത്തിനോട് ഒറ്റക്ക് സംസാരിക്കേണ്ടത്. ഞാൻ വന്ന് ഇരട്ടിക്കാവൂലേ, ഒട്ടിക്കപ്പെടിയാവും. തന്റെ ഈ പണക്കൊതി ഉണ്ടല്ലോ, ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിൽ ആയാൽ പോലും പിന്നെ നക്കാതെ അടങ്ങില്ലെന്നല്ല നിന്റെ ഈ പരവേശം. കൈയുടെ ആരും പറഞ്ഞില്ല. തന്റെ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ, ചക്കരക്കുടത്തിലല്ല സെപ്റ്റിക് ടാങ്കിൽ ആയാൽ പോലും കൈയിട്ടാൽ പിന്നെ നക്കാതെ അടങ്ങില്ലെന്നുള്ള തന്റെ ഈ പരവേശം, ആക്രാന്തം, ഇതും വെച്ചോണ്ട് ഇനി ആ കടയാടികൾക്കൊപ്പം തന്നെ കൂടാനാണ് പരിപാടിയെങ്കിൽ പിന്നെ പരസ്യമായിട്ട് വലിച്ചു കേറും ചാക്കോച്ചി. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രൊലറ്റേറിയൻ, സ്യൂഡോ ഫിലാന്ത്രോഫിക് ബാംബൂസൻ, തന്റെ ഈ കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖംമൂടി പറിച്ചു കീറി കാർക്കിച്ചു തുപ്പും ചാക്കോച്ചി. തന്റെ ഈ മോന്തയ്ക്ക് വേണ്ടി വന്നാൽ തന്റെ ശവത്തിന്റെ മോന്തയ്ക്ക് ഓർത്തോണം, ഓർത്തു വെച്ചോണം. എങ്ങനെയുണ്ട്? നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ആൽഫ അക്കാഡമിയിലെ പ്രിൻസിപ്പളിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ്. സാറിൻ്റെ പേര്? സത്താർ. ഓക്കെ. അപ്പം നമ്മുടെ ഈ കോളേജിനെ കുറിച്ചൊരു 2 വാക്ക് തമ്മിക്ക് വിളിക്കും. തിരൂരിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സ്റ്റഡീസ് അക്കാഡമിയായ ആൽഫ അക്കാഡമി, ഇവിടെയാണെന്ന് സൂര്യ ടി വിയുടെ ഈ പ്രോഗ്രാം ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു ബിഗ് താങ്ക്സ്, വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിവിടെ അറിയാലോ, ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സ്, BBA കോഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ്, അതുപോലെ ലോജിസ്റ്റിക് കോഴ്സുകളെല്ലാം ചെയ്യുന്ന സ്ഥാപനമാണ്. തിരൂരിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ എല്ലാ ആർട്സ്, സ്പോർട്സ്, അത്ലറ്റിക്സ്, എല്ലാ പ്രോഗ്രാംസും എല്ലാം ഇവൻറ്റുകളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അകത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു അക്കാഡമിയാണ്. കുട്ടികൾ നന്നായി പഠിക്കുന്നു, അവർ നന്നായി ജോബ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. എവിടെ പോകുന്നു? ഇങ്ങോട്ട് വാ. എന്താ പേര്? ആജിഷ. ആജിഷ എവിടെ? നാട് എവിടെയാണ്? ചാലിയം. ഓക്കെ, റെഡി, പറഞ്ഞോളൂ. തന്റെ ഒടുക്കത്തെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. തന്റെ ഈ ഒടുക്കത്തെ 2.5 ഏക്കറിന് ആധാരം വച്ചു ഞാൻ, 1.5 ലിറ്റർ പെട്രോൾ വാങ്ങി. തന്റെ ഈ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ, ചക്കരക്കുടത്തിലല്ല എന്തൊരു ടാങ്ക്. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. സെപ്റ്റിക് ടാങ്കിലാണെങ്കിൽ പോലും കൈയിട്ടാൽ പിന്നെ നക്കാതെ അടങ്ങില്ലെന്നുള്ള നിന്റെ പരവേശം, ആക്രാന്തം ഇവിടെ വെച്ചുകൊണ്ട് സോറി, പരവേശം, ആക്രാന്തം, ഇതും വെച്ചുകൊണ്ട് തന്റെ കടയാടികൾക്കൊപ്പം കൂടാനാണ് പരിപാടിയെങ്കിൽ തന്നെ പരസ്യമായി പറിച്ചു കീറും ചാക്കോച്ചി. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രൊലറ്റേറിയനോ, പ്രൊലറ്റേറിയൻ, അറിയൂല. ഇവൻ നിന്റെ ആംഗ്ല തന്നെ ആണോന്ന്?
പ്രൊലറ്റേറിയൻ പറഞ്ഞോളൂ മോളെ. ഇത് പ്രൊലറ്റേറിയൻ എവിടെ? ഇത് കറക്റ്റ് ആയിട്ട് പറയാം. ടീച്ചറോട് ടീച്ചറിങ് വന്നേ. വാ. എന്താണ് ടീച്ചറുടെ പേരെന്താണ്? അൻഷിത ജബി. അൻഷിത. എവിടെയാണ് നാട്? പുത്തനത്താഴ്. ഓക്കെ ഓക്കെ. ഈ ടീച്ചർ ഇവിടെ മറ്റേ ആ കുട്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ട്. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞോളൂ എന്താണെന്ന്. ആക്ച്വലി ഞാനായിരുന്നില്ല, മറ്റേ കാണായിരുന്നെങ്കിൽ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രൊലറ്റേറിയൻ, സ്യൂഡോ ഫിലോന്ത്രോഫിക് ബാംബൂസിൽ. അത്രേ ഉള്ളൂ. താങ്ക് യു. പറടാ ഒരു 4 വിളച്ചതെറി. സ്റ്റുപ്പിഡ് ഗേൾ. അയ്യേ അതൊരു ഏപ്പറത്തിന്റെ പേര് പോലെ ഇരിക്കുന്നു. യൂസ്ലെസ് അല്ലെങ്കിൽ ഇഡിയറ്റ്. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രൊലറ്റേറിയൻ, സ്യൂഡോ ഫിലാന്ത്രോപിക് ബാംബോസിൽ തന്റെ ഈ കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖം മൂടി പറിച്ചു കീറി കാർക്കിച്ചു തുപ്പ് ചാക്കോച്ചി. തന്റെ ഈ മോന്തയ്ക്ക് വേണ്ടി വന്നാൽ തന്റെ ശവത്തിന്റെ മോന്തയ്ക്കും ഓർത്ത് വെച്ചോളി. ശരി സാർ. എന്താണ് പേര്? സഫ്ന. സഫ്ന. എവിടെ വീട് സഫ്നയുടെ? കോലുപാലം. അതൊക്കെ ആലോചിക്കുന്നു. പാട്ടോടു തുടങ്ങാം. റെഡി ആക്ഷൻ. തന്റെ ഈ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ, ചക്കര കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായി പോലും കൈയിട്ടാ പിന്നെ നക്കാതെ അടങ്ങില്ലെന്നുള്ള നക്കാട. അതെവിടെ നക്കാടാ? നക്കാതെ അടങ്ങുന്ന എന്തുവായിരുന്നു പേര്? സഫ്ന. സഫ്ന എന്തുവാ സഫ്ന? നക്കാതെ കിട്ടുന്നില്ല. അടങ്ങുന്നില്ലെന്നുള്ള തന്റെ ഈ പരവേശം, ആക്രാന്തം പറഞ്ഞോ, കുഴപ്പമില്ല. ഇതും വെച്ചോണ്ട് ഇനി ആ കടയാടികൾക്കൊപ്പം കൂടാനാണ് പരിപാടിയെങ്കിൽ പരസ്യമായി പറിച്ചു കീറും ചാക്കോച്ചി. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റ്, സ്യൂഡോ പ്രൊലിറ്റേറിയൻ, സ്യൂഡോ ഫിലാന്ത്രോപിക് ബാംബോസൻ തന്റെ ഈ കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖച്ഛായം പറിച്ചു കീറും. എന്താണ് ഇങ്ങനെ മുഖം മൂടി മാറ്റാണല്ലേ മുഖച്ഛായ. കാർക്കിച്ചു തുപ്പും ചാക്കോച്ചി. വേണ്ടി വന്ന തന്റെ ശവത്തിന്റെ തന്റെ മുഖത്തും തന്റെ മുഖത്തും തുപ്പും മുഖംമൂടിയിലും തുപ്പും. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. തന്റെ ഈ മോന്തയ്ക്ക് വേണ്ടി വന്ന തന്റെ ശവത്തിന്റെ മോന്തക്കും തുപ്പും. ഓർത്ത് വെച്ചോളൂ. എവിടെ പോലും ഇവിടെ ഇരുന്നില്ല. എത്ര നാണക്കേടുകൂടിയാണോ പറയുന്നത്? ഓർത്ത് വെച്ചോളൂ. അല്ല ഇതെന്താ വേണ്ടേ? ഓർത്ത് വെച്ചേക്കണം. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താ പേര്? സിനാൻ, മുഹമ്മദ് സിനാൻ. സിനാൻ. ഓക്കെ. സിനാൻ ഏതിനാണ്? ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ. റെഡി ആക്ഷൻ. തന്റെ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ, ശർക്കര കൂടത്തിലല്ല. ശർക്കര കൂടോ? ഓ, പച്ചപ്പരിഷ്കാരിയായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല. എവിടെയായിരുന്നു സ്ഥലം? മലപ്പുറം. ആള് പച്ചപ്പരിഷ്കാരിയാട്ടോ. ഓക്കെ റെഡി. എന്താ അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. തന്റെ ഒടുക്കത്തെ പണക്കൊതി ഉണ്ടല്ലോ, ചക്കര കൂടത്തിലല്ല സെപ്റ്റി ടാങ്കിൽ പോലും കൈയിട്ട് നക്കിയാൽ ഒരു മര്യാദയൊക്കെ വേണം കേട്ടാ. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. ഒരു മനുഷ്യനല്ലേ? എന്ത്
എപ്പോഴെപ്പോഴും തരില്ല. ലിറിക്സ് ഒക്കെ മാറിപ്പോവാണ്, പാട്ടിന്റെ കാര്യത്തിൽ നിൽക്കാനാണ്. എന്റെ ശർക്കര കുടമേ. റെഡി, ആക്ഷൻ. ശർക്കര കൂടത്തിലല്ല സെപ്റ്റി ടാങ്കിലായ എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. എന്റെ അച്ചടി പുസ്തകമേ ഒന്ന് പറ. ചക്കരക്കുടത്തിലല്ല ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായ പോലും കൈയിട്ട് വാരിയാൽ അടങ്ങാത്ത നിന്റെ നിനക്കൊരു കിട്ടിയടാ? ഇല്ല. ചേട്ടന് വല്ലതും കിട്ടിയാ? കിട്ടി. തീട്ടം. ചക്കരക്കുടത്തിലല്ല. അല്ല ടീച്ചർ എന്താ ഇദ്ദേഹത്തിനെ കാണാൻ വന്നിരിക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ചിരിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ട് വാരിയാൽ കൈയിട്ട് വരാൻ മാത്രം എന്തുവാണ്? അയ്യേ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു മോശം. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ട് വാരിയാൽ അടങ്ങാത്ത നിന്റെ പലവേശം. ഒന്നേ നമ്മുടെ ശർക്കര കുട്ടൻ പറയാൻ പോകുന്നു. റെഡി, ആക്ഷൻ. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഇദ്ദേഹം വളരെ അച്ചടിക്കുന്ന പുസ്തകം. അല്ല അങ്ങനൊന്നുമല്ല. അല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. കുറച്ച് പച്ചപ്പരിഷ്കാരിയാണ്. ശർക്കരയെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. ഓക്കെ, റെഡി, ആക്ഷൻ. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായ പോലും ഇവിടെ കഥ പറയുന്നത്. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും അടങ്ങാത്ത കൈയിട്ടടി നാക്ക് കൈ എന്താണ് ഈ പറയുന്നത്? ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ട് വാരിയാൽ അടങ്ങാത്ത നിന്റെ പരവേശം. നിനക്ക് ഇത്രമാത്രം വാരം എന്താ വെച്ചിരിക്കുന്നത്? കൈയിട്ടാ ഓക്കെ. വാരി വാരി ഒരു പരുവായി. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. ജോലിയിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ടീച്ചർ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ആഗ്രഹം എന്താണ്? അത് തന്നെ. എയർപോർട്ടിൽ ആണല്ലോ, വേറെ ഒന്നും അല്ലല്ലോ. കറക്റ്റായിട്ട് പറ. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിൽ കൈയിട്ടാൽ തീരാ ഒന്നുമില്ല, കൂളാവും. അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കിണ്ട കുടിച്ചിട്ട് വയറ്റ് ചെയ്ത് പോണ പോലെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് എങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അയ്യേ ശർക്കര. റെഡി, ആക്ഷൻ. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ടാൽ കൈയിട്ട് വാരിയാൽ അടങ്ങാ എന്താ ശുചീകരണ തൊഴിലാളി? അല്ല, ഇത് ഇപ്പൊ പറയാൻ പോകുന്നത് ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു കടയിൽ പോയി ശർക്കര മേടിക്കണം, അവിടെ ചെന്ന് ഇനിയിപ്പോ ചക്കരേനെ പറയത്തുള്ളൂ. ശർക്കര മറന്നെന്ന് തോന്നുന്നില്ലേ? റെഡി, ആക്ഷൻ. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിൽ ആയാൽ പോലും കൈയടിക്കാനോ? സെപ്റ്റി ടാങ്കിൽ കൊണ്ട് കൈയടിക്കാം. റെഡി, വീണ്ടും ആക്ഷൻ. ശർക്കരക്കുടത്തിൽ ശർക്കര. റെഡി, വീണ്ടും ആക്ഷൻ. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ടാൽ പിന്നെ നക്കാതെ അടങ്ങില്ലെന്ന തന്റെ ഈ പരവേശം ആക്രാന്തം. ചക്കരക്കുടത്തിലല്ല സെപ്റ്റി ടാങ്കിലായാൽ പോലും കൈയിട്ടാൽ അടങ്ങാത്തതിന്റെ പരവേശം ആക്രാന്തം. ഇനിയും ഈ കടയാടി മക്കളോട് ഇനിയും ഈ കടയാടി ഇതും വെച്ചുകൊണ്ട് ഈ കടയാടികൾക്കൊപ്പം തന്നെ. കടയാടി അപ്പൂപ്പനോ? ആരാ ഈ സിദ്ധാർത്ഥൻ? എവിടെയാ സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. ഇതും വെച്ചുകൊണ്ട് ഈ കടയാടികൾക്കൊപ്പം തന്നെ തുടരാണ്. ഇതും വെച്ചുകൊണ്ട് ഈ കടയാടികൾക്കൊപ്പം തന്നെ തുടരാണ് നിങ്ങളുടെ മുളക് വട, രസവട, അരിവട, പൊരിവട. ഇതും വെച്ചുകൊണ്ട് ഈ കടയാടികൾക്കൊപ്പം തുടരാനാണ് നിന്റെ പരിപാടിയെങ്കിൽ പരസ്യമായി വലിച്ചു കീറും ചാക്കോച്ചി. തന്റെ ഈ സ്റ്റുഡിയോ സോഷ്യോളജിസ്റ്റ്
തന്റെ സ്റ്റുഡിയോ അവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നേ തന്റെ സ്യൂഡോ സോഷ്യോളിസ്റ്റിക് സ്റ്റുഡിയോയോ തന്റെ സ്യൂഡോ സോഷ്യോളിസ്റ്റിക് സ്യൂഡിയോ പ്രൊട്ടൻ തന്റെ സ്യൂഡോ സോഷ്യലിസ്റ്റിക് തന്റെ അല്ല രണ്ടെണ്ണല്ല The Western coming on the internet of the system on the smartphone. Okay. തന്റെ സ്യൂഡിയോ സോഷ്യോളിസ്റ്റിക് Studio അല്ല. സ്യൂഡിയോ അല്ല സ്യൂഡോ ഓക്കെ തന്റെ സ്യൂഡിയോ സോഷ്യോളിസ്റ്റിക് സ്യൂഡിയോ പ്ലൊട്ടേറിയൻ Studio ഇല്ല. സ്യൂഡോ തന്റെ സ്യൂഡോ സോഷ്യോളിസ്റ്റിക് സ്യൂഡോ പ്ലൊട്ടേറിയൻ സ്യൂഡിയോ പ്രാന്ത ലാസ്റ്റ് മാത്രം പറയാ സ്യൂഡോ പ്ലാന്ത്രോഫിക് ഫിലാന്ത്രോഫിയോസോ പുതിയ വേടൊക്കെ കണ്ടുപിടിക്കത്തില്ല എന്തിനോടെ ഇല്ല അവക്ക് ചെറിയൊരു ഇൻഫോസിന്റെ ആരംഭം എന്താ ഓക്കെ ഓക്കെ സ്യൂഡോ ഫിലാന്ത്രോഫിക് ബാംബോസ് തന്റെ കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖംമുടി വലിച്ചു കീറും കശാക്കോച്ചി കശാക്കോശി ഹിന്ദി പേര് കശാക്കോശി വലിച്ചു വീറും തന്റെ കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖംമുടി വലിച്ചു കീറി തുപ്പും ചാക്കോച്ചി വേണ്ടി വന്നാൽ നിന്റെ ശവത്തിന്റെ മുഖത്തും അല്ല ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. തന്റെ കപട കമ്മ്യൂണിസത്തിന്റെ മുഖംമുടി വലിച്ചു കീറി കാർക്കിച്ച് തുപ്പും ചാക്കോച്ചി തന്റെ മോന്തയ്ക്ക് വേണ്ടി വന്നാൽ തന്റെ ശവത്തിന്റെ മോന്തയ്ക്ക് ഓർത്തോണം, ഓർത്ത് വെച്ചോണം. ഇത്തിരി വെള്ളം കൊണ്ടുപോടാ ആരെങ്കിലും.